ഡൂം ഡെസ്റ്റിനി ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് ഒരു ചരിത്ര സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചരിത്ര സംഭവത്തെ മലയാളികൾ ആഘോഷത്തോടുകൂടി വരവേൽക്കുന്നതിൻ്റെ ബഹളമാണ് ഇപ്പോൾ കേട്ടത്. ആഴിമല ക്ഷേത്രത്തിന് പിന്നിൽ ഉത്സവമേളമാണ്. കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സ്വപ്നപദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ട്രയൽ റണ്ണിലേക്കായി ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് സാൻ ഫെർണാണ്ടോ വരികയാണ്. ആ കപ്പലിനെ ജനങ്ങൾ ഉത്സവമേളത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഓഷ്യൻ പ്രസ്റ്റീജ് എന്ന ടഗ് കപ്പലിനടുത്തേക്ക് പോകുന്നു. ഈ ടഗ്ഗാണ് കപ്പലിന് വാട്ടർ സല്യൂട്ട് കൊടുക്കുന്നത്. തുറമുഖത്തേക്കോ എയർപോർട്ടിലേക്കോ സാധാരണയായി മുൻപ് വന്നിട്ടില്ലാത്ത വിഭാഗത്തിൽപ്പെട്ട കപ്പലോ വിമാനമോ വരുമ്പോഴാണ് വാട്ടർ സല്യൂട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ. ഡോൾഫിൻ 27, 28 എന്നീ ടഗുകൾക്കിടയിലൂടെ സാൻ ഫെർണാണ്ടോയെ ഒന്ന് നോക്കാം. 2000-ഓളം കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ ഇപ്പോൾ ഉണ്ട്. 9000 TEU ആണ് കപ്പാസിറ്റി. ഇപ്പോൾ ഇവിടെ സമയം രാവിലെ 7:50. പ്രശാന്തമായ അന്തരീക്ഷം. നമ്മുടെ കടൽ തീരം സംരക്ഷിക്കുന്നവർ അവരുമെത്തി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. C-427 എന്ന കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട്. സാൻ ഫെർണാണ്ടോ കപ്പൽച്ചാൽ ലക്ഷ്യമാക്കി വരികയാണ്. കപ്പൽച്ചാലിലേക്ക് തിരിഞ്ഞു തുടങ്ങി. അതായത് മെനോവറിംഗ്. മുൻപ് ക്രെയിനുകളുമായി വന്ന ഷെൻഹുവ സീരീസിലെ കപ്പലുകളേക്കാൾ നീളവും വീതിയും കൂടുതലാണ് സാൻ ഫെർണാണ്ടോയ്ക്ക്. പക്ഷേ ഷെൻഹുവകളിൽ ഉണ്ടായിരുന്ന ലോഡ് ക്രെയിനുകളായിരുന്നല്ലോ. ആ ക്രെയിനുകളുടെ ഉയരം കാരണം ഒരു ഭീമാകാരത്വം ഷെൻഹുവ കപ്പലുകൾക്ക് തോന്നിയിരുന്നു. സാൻ ഫെർണാണ്ടോയ്ക്ക് 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമുണ്ട്. ഷെൻഹുവ കപ്പലുകൾക്ക് ഏകദേശം 245 മീറ്റർ നീളവും 42 മീറ്റർ വീതിയുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സാൻ ഫെർണാണ്ടോയിൽ കണ്ടെയ്നറുകൾ ആയതിനാൽ നല്ല ലോഡായിരിക്കും. ഓഷ്യൻ പ്രസ്റ്റീജ് വാട്ടർ സല്യൂട്ടിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഓഷ്യൻ പ്രസ്റ്റീജിൽ നിന്ന് വെള്ളം ചീറ്റുന്നത് കാണാം. ഇങ്ങനെ വെള്ളം കപ്പലിന് മുന്നിലേക്ക് ചീറ്റിച്ചാണ് വാട്ടർ സല്യൂട്ട് കൊടുക്കുന്നത്. ഓഷ്യൻ പ്രസ്റ്റീജ് വാട്ടർ സല്യൂട്ട് കൊടുക്കുന്നതിനായി സാൻ ഫെർണാണ്ടോയുടെ മുന്നിലേക്ക് നീങ്ങുന്നു. കാറ്റത്ത് ആ വെള്ളത്തിൻ്റെ ചെറിയ തുള്ളികൾ ഇവിടെയും എത്തി. വാട്ടർ സല്യൂട്ട് സ്വീകരിച്ച് ടഗുകളുടെ അകമ്പടിയോടെ ബ്രേക്ക് വാട്ടറിനുള്ളിലേക്ക് പോകുന്നു. ഇതാണ് കപ്പലിൻ്റെ ബ്രിഡ്ജ്. ഈ ദൃശ്യത്തിൽ ബ്രിഡ്ജിൻ്റെ വലതു ഭാഗത്തായി നമ്മുടെ ദേശീയ പതാകയും കാണാം. വാട്ടർ സല്യൂട്ട് സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ മനോഹര ദൃശ്യം. സാൻ ഫെർണാണ്ടോ എന്ന ഈ കപ്പൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഈ ചരിത്ര നിമിഷങ്ങൾ നേരിൽ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. ദേഹത്ത് വെള്ളത്തുള്ളികൾ വന്ന് വീഴുന്നുണ്ട്. നാല് ടഗുകളുടെ അകമ്പടിയോടുകൂടി വാട്ടർ സല്യൂട്ട് സ്വീകരിച്ച് സാൻ ഫെർണാണ്ടോ നീങ്ങുന്നതിൻ്റെ മനോഹര ദൃശ്യം.
എല്ലാ പേരും ഒരേ സ്പീഡിൽ സഞ്ചരിക്കുകയാണ്. സാൻ ഫെർണാണ്ടോ തുറമുഖത്തിൻ്റെ ബെർത്ത് ലക്ഷ്യമാക്കി ബ്രേക്ക് വാട്ടറിനുള്ളിലേക്ക് നീങ്ങുകയാണ്. ഒരു സിമിലാരിറ്റി ഉണ്ട്. ഷെൻഹുവ സീരീസ് കപ്പലുകളും സാൻ ഫെർണാണ്ടോയുമെല്ലാം ഒരേ നിറമാണ്. ഇവിടെ ശിങ്കാരിമേളവും വെടിക്കെട്ടും കമ്പവും എല്ലാം ഉണ്ട്. കമ്പം രാത്രി കണ്ടാലേ ഒരു രസമുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ദൃശ്യം കാണാം. അവർ ലേഡി ഓഫ് ഗുഡ് വോയേജ് ചർച്ച് മുൻപ് പല വീഡിയോകളിലും ദൂരെ നിന്ന് കാണിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്ത് കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് ചർച്ച്. ഇനി ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. സാൻ ഫെർണാണ്ടോ ബെർത്തിൽ എത്തി. ഇനി മൂറിങ് ആരംഭിക്കും. യാർഡ് ക്രെയിനുകൾക്കിടയിലൂടെ സാൻ ഫെർണാണ്ടോ. മൂറിങ്ങിനായി കപ്പൽ തിരിക്കുകയാണ്. ഇതിനു മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല. വരുന്ന അതേ പൊസിഷനിൽ തന്നെ മൂറിങ് നടത്തും. ഇതുവരെ വന്നത് ഷെൻഹുവകൾ ആയിരുന്നല്ലോ. അതിലെ ലോഡ് ക്രെയിനുകൾ ആയിരുന്നതുകൊണ്ടായിരുന്നു വരുന്ന പൊസിഷനിൽ തന്നെ മൂറിങ് നടത്തിയിരുന്നത്. ക്രെയിനുകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന പൊസിഷനിൽ തന്നെയായിരുന്നു ഷെൻഹുവയിൽ ലോഡ് ചെയ്തിരുന്നത്. ഇത് ചിലപ്പോൾ നാളത്തെ പരിപാടികൾ കഴിഞ്ഞ ഉടനെ യാത്ര തിരിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. കാരണം കണ്ടെയ്നറുകൾ ഇന്ന് ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുന്നുണ്ട്. നാളെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് കാര്യങ്ങൾ എല്ലാം തീർത്തു വെച്ചാൽ ട്രയൽ റൺ കഴിഞ്ഞ ഉടനെ യാത്ര പുറപ്പെടാമല്ലോ. സാൻ ഫെർണാണ്ടോ ബെർത്തിൽ നങ്കൂരമിട്ട് കഴിഞ്ഞു. ആദ്യത്തെ കണ്ടെയ്നർ അൺലോഡ് ചെയ്യാൻ സമയമാകുന്നു. ആ ചരിത്ര നിമിഷത്തിനു വേണ്ടി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. ഇപ്പോൾ സമയം 11:15 രാവിലെ 7:30 മണിയോടുകൂടി സാൻ ഫെർണാണ്ടോ പുറം കടലിൽ നിന്നും തുറമുഖത്തേക്ക് വരാൻ തുടങ്ങിയതാണ്. ആ സമയം തൊട്ട് ഞാനും ഇതിൻ്റെ പിറകെയാണ്. ആ നിമിഷം അടുക്കുന്നു. ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുടെ ബോ കപ്പലിന് മുകളിലേക്ക് താഴ്ത്തുന്നു. ആദ്യത്തെ 4 ക്രെയിനുകളും കപ്പലിൻ്റെ നീളത്തിനനുസരിച്ച് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നാല് ബോകളും കപ്പലിൻ്റെ മുകളിലേക്ക് താഴ്ത്തുന്നു. ആ ചരിത്ര നിമിഷം സമാഗതമായിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12:15 കഴിഞ്ഞു. ക്രെയിനിൻ്റെ സ്പ്രെഡർ കണ്ടെയ്നറിന് മുകളിലേക്ക് താഴുന്നു. ഇനി ആദ്യത്തെ കണ്ടെയ്നറുമായിട്ടായിരിക്കും തിരിച്ചു പൊങ്ങുക. ഈ ചരിത്ര നിമിഷം നേരിട്ട് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതാ ആദ്യത്തെ കണ്ടെയ്നറുമായി സ്പ്രെഡർ ഉയരുന്നു. സാൻ ഫെർണാണ്ടോയും മെർസ്കിൻ്റെ ഈ കണ്ടെയ്നറും ചരിത്രത്തിൻ്റെ ഭാഗമായി. കൂടെ 4-ാം നമ്പർ ഷിപ്പ് ടു ഷോർ ക്രെയിനും. രാജ്യം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായി മാറി.
കപ്പലിൻ്റെ ബ്രിഡ്ജിന് പിന്നിലേക്ക് ആദ്യ കണ്ടെയ്നർ മറഞ്ഞു. മറ്റൊരു സംഭവം, ഷിപ്പ് ടു ഷോർ ക്രെയിനിൽ നിന്നും യാർഡിലെ ട്രക്ക് യാർഡ് ക്രെയിനിൻ്റെ അടുത്തെത്തിച്ച കണ്ടെയ്നർ യാർഡ് ക്രെയിൻ ഉയർത്തി യാർഡിനുള്ളിലേക്ക് വയ്ക്കുന്നു. കണ്ടെയ്നർ യാർഡിനെ കവർ ചെയ്താണ് യാർഡ് ക്രെയിനുകൾ നിരനിരയായി നിൽക്കുന്നത്. യാർഡ് ക്രെയിനിൻ്റെ ഒരു വശം അല്പം വെളിയിലേക്ക് തള്ളി നിൽക്കും. അവിടേക്കാണ് യാർഡിലെ ട്രക്കുകൾ കണ്ടെയ്നറുമായി വരുന്നത്. അതിനെ യാർഡ് ക്രെയിൻ ഉയർത്തി ക്രെയിനിനുള്ളിലെ യാർഡിലേക്ക് വയ്ക്കും. നിരനിരയായി മുകളിൽ വയ്ക്കും. കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് അവരുടെ ടെർമിനലിലേക്ക് വരുന്നു. ഈ വീഡിയോ ഇവിടെ തീരുന്നു. സാൻ ഫെർണാൻഡോയുടെ വരവിൻ്റെ വിശദമായ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സന്ദർശിക്കാനും മറക്കരുത്.